മുത്തച്ഛന് തരൂ മുട്ടായി. മക്കൾക്ക് ഇവിടെ സുഖമല്ലേ? അച്ഛമ്മ പൊട്ടിച്ചേരാ കഴിച്ചു. ദാച്ച കുഞ്ഞുങ്ങളെ തിരിച്ചു വേണോന്ന് അവൻ പറഞ്ഞ എനിക്കെന്റെ തീരുമാനം അവനെ അറിയിക്കേണ്ടി വരും. അച്ഛന്റെ തീരുമാനം എന്താന്ന് അവർക്ക് അറിയാം അച്ഛാ. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം അവര് പറയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചീരു തിരിച്ചു വരും വരെ അവളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് ഞാൻ എന്റെ മോൾക്ക് കൊടുത്ത് വാക്കാ. അച്ഛാ, അച്ഛൻ വരും, അങ്ങോട്ട് ചെല്ലാം. വാ കഴിച്ചോ? ഇരിക്കെ. അല്ല, മാഷ് റെസ്റ്റ് ചെയ്യുന്നതിനിടയില് ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്. വയ്യാതിരിക്കുമ്പോ എല്ലാവരും ഒന്ന് കാണാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസ. രണ്ടാളും ഇരിക്കേ. അതെ, ആർച്ചുമോളും ഭദ്രമോളും ഇങ്ങി വാ, ഞാൻ കേട്ടോ. നമുക്ക് മുറിയിൽ പോയിരിക്കാം. നിങ്ങള് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇവരെ ഇങ്ങോട്ട് വിടാം. അല്ലെ പിന്നെ ഇവരെ ശ്രദ്ധിക്കാനേ സമയം കാണത്തുള്ളൂ. വന്നേ, വാ 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 വാ. വിനയം മക്കളെ അമ്പളിയുടെ അടുത്ത് ഏൽപ്പിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് വലിയ വിഷമായിരുന്നു മാഷെ. ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെയാ അവനത് ചെയ്തത്. ഞാനും ഏട്ടനും അവരെ ഒരു കുറവും വരുത്താതെ നോക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വിജയമോന്റെ കാര്യത്തില് ശ്രദ്ധ കുറഞ്ഞു പോകുമെന്ന് വിനയന് പേടിയായിരുന്നു. വിനയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ തിരിച്ചു കൊണ്ടുപോകണം തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അപ്പോഴാ മാഷ് വിളിച്ചു പറഞ്ഞത് അവരെ മാഷ് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. അതോടെ ഞങ്ങൾ മാഷിന്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും വിടുകയായിരുന്നല്ല. ഇപ്പോഴും എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഇടയ്ക്ക് ദൈവം ഒന്ന് പരീക്ഷിച്ചു. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്നെ ശരിക്കൊന്ന് ഓർമ്മിപ്പിച്ചതായിരിക്കും ഈശ്വരൻ. അതുകൊണ്ടെന്താ, എനിക്ക് കുറച്ചുകൂടി കരുത്തോടെ തിരിച്ചു വരാൻ പറ്റി. ചീരുമോള് തിരിച്ചു വന്ന് അവളെയും അവളുടെ 2 കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു തരുന്നത് വരെ അനന്തം ഭാഷണൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും. അതിനിടയില് എടുത്തുചാട്ടമൊന്നും വേണ്ടാന്ന് വിനയനോടൊന്ന് പറഞ്ഞേക്കണം, കേട്ടല്ലോ. അവനവന്റെ മക്കളെ കാണണമെന്ന് തോന്നുമ്പോ വന്ന് കാണാം. എങ്ങോട്ടെങ്കിലും അവരെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് തോന്നിയാ കൊണ്ടുപോവാം. പക്ഷേ ആ മക്കളോട് അവരുടെ അച്ഛന് സ്വന്തം ചോരയോട് കാണിക്കുന്ന സ്നേഹം അതേപോലെ തന്നെ ഉണ്ടാവണം. അതെനിക്ക് കൂടി തോന്നുകയും വേണം. അവരുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒക്കെ അവള് നോക്കിക്കോളും. ചീരുവിന് വേണ്ടിയാ അവളുടെ പെൺമക്കളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റിയേ പറ്റൂ. അതിനൊന്നും ഞങ്ങൾ തടസ്സം നിൽക്കില്ല മാഷെ. വിനയം കാട്ടിക്കൂട്ടിയതിനൊക്കെ മാഷിനോട് ക്ഷമ ചോദിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നേ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് വിനയന് പറയാൻ ഒരു ന്യായം ഉണ്ടായിരുന്നു. അതായത് അവന്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കൂന്നുള്ളൊരു ചോദ്യം. പിന്നെ ആ സമയത്ത് അവൻ വന്ന് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛൻ വിനയൻ തന്നെ ആണോന്ന് ചിലരെങ്കിലും അവനോട് ചോദിക്കുമെന്നുള്ള കാര്യം അവൻ ഭയപ്പെട്ടിരുന്നു. ശരിയാ മാഷേ, മാഷ് പറഞ്ഞത് വളരെ ശരിയാ. ഒരിക്കൽ മനഃപൂർവ്വം ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിച്ചു. വിനയം പെട്ടെന്ന് അവരെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നത്
എന്തിനായിരിക്കുന്നു ഞാനും ചിന്തിച്ചു. അപ്പോ എനിക്ക് കിട്ടിയ ഉത്തരവും ഇത് തന്നെയാ. ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് ആരോ അവനോട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരും ആയിരിക്കില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാൻ അവനെ സഹായിച്ച ആള് തന്നെ, സുശീല. അതെ, സുശീല തന്നെ അതിന്റെ പിന്നില്. അവളാ അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ആ കൂട്ടുകെട്ട് അത്ര നല്ലതല്ലെന്ന് വിനയനെ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അതൊക്കെ അവന് മനസ്സിലായിക്കോളും ഭാനുമ്മേ. പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അനുഭവം കൊണ്ട് പഠിക്കുന്നത്.